നല്ലൊരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ സാറ് പുറത്തിറക്കിയൊരു പ്രധാനമറിയിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് നമുക്ക് പ്രകാശനം ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഒരു നല്ല രക്ഷിതാവാകാം, രക്ഷിതാക്കൾക്കുള്ള ഒരു കൈപ്പുസ്തകം എന്നതിലുള്ള ഒരു പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം സാറ് പ്രകാശനം ചെയ്ത ഗ്രൂപ്പിൽ പുസ്തകം ഇങ്ങനെ ഉണ്ട് എന്ന് അറിയിച്ചപ്പോൾ ഞാൻ ഉടൻ തന്നെ സാറിന് കൈപൊക്കി കാണിച്ചു കൊടുത്തു. സാറ് എനിക്കും വേണം ഈ പുസ്തകം. എനിക്ക് പുസ്തകം സാറിന് കിട്ടിയ ഉടൻ തന്നെ സാറ് വിളിച്ചു, പുസ്തകം എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ അത് ഒരുപക്ഷെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് പേടിച്ചുകൊണ്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുകയും ചെയ്തു. ഒരുപാട് തിരക്കിനിടയിൽ പുസ്തകം ശരിക്കൊന്ന് വായിച്ച് നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേജുകളും മറ്റും ഒന്ന് നോക്കിയപ്പോൾ തീർച്ചയായും നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ആർട്ട് ഓഫ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞ ഈ പ്രധാനമറിയിക്കുന്ന ഈ പുസ്തകം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നല്ലൊരു രക്ഷിതാവാകാം. നമ്മൾ സാറിവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിക്കാലം നമ്മൾ കാണാൻ വേണ്ടി കൊതിച്ച് ആ കുഞ്ഞിക്കാലം നമ്മൾ ആ കുട്ടിയെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മേലെ വെച്ചാൽ പേനരിക്കുമെന്ന തോതിൽ നമ്മൾ ആ പോറ്റി വളർത്തി ആ കുട്ടി നമുക്കൊരു ശാപമായി മാറിപ്പോകുന്നൊരവസ്ഥയാണ് നമ്മളിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം ഒരു ഇടയിലേക്കാണ് ഇത്തരം ഒരു പ്രധാനമറിയിക്കുന്നൊരു പുസ്തകം നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം നാം അറിയുന്ന ഓരോ കുടുംബത്തിനും നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നാം ഒരാൾ നന്നായാൽ നമ്മുടെ കുടുംബം നന്നാവുന്നു, നമ്മുടെ നാട് നന്നാവുന്നു, നമ്മുടെ സമൂഹം നന്നാവുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തിലൊക്കെ അത്തരം ഒരു പുസ്തകം നമ്മൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നല്ലൊരു മാതൃകയുള്ള നല്ലൊരു കുടുംബമാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ, ഇന്നിപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഒരു രക്ഷിതാവ് തൻ്റെ മകനെ, ഒരു 13-14 വയസ്സായ കുട്ടിയുടെ ആ കുട്ടിയെ എങ്ങനെ വളർത്തണം, കുട്ടിക്ക് എപ്പോഴും, കുട്ടി നല്ല കുട്ടിയാണ്, ആ കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ആ കുട്ടിയെ എങ്ങനെ വളർത്തണം, ആ കുട്ടിയുടെ വികൃതി കൊണ്ട് രക്ഷിതാവ് ആകെ മാനസികമായി തളർന്നിരിക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് നല്ല കഴിവുണ്ട്. കുട്ടിക്ക് എവിടേക്കെയോ കുറച്ച് കുറവുകളാണ്. ആ കുറവുകൾ കണ്ടെത്താൻ രക്ഷിതാവിന് സമയമില്ല. രക്ഷിതാവ് ജോലി കഴിഞ്ഞ് പ്രയാസപ്പെട്ട് വീട്ടിലെത്തുമ്പോൾ കുട്ടിയുടെ വികൃതികൾ കാണുമ്പോൾ രക്ഷിതാവ് രോഷാകുലനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ രക്ഷിതാവ് എങ്ങനെയായിരിക്കണം കുട്ടിയോട് നിൽക്കേണ്ടത്? ഒരു കുരുവി ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്കിങ്ങനെ മറ്റ് കാടുകളിലോ മറ്റ് മരങ്ങളിലൊക്കെ ഒന്ന് വീക്ഷിക്കുമ്പോൾ 3 കുരങ്ങന്മാർ ഒരു ഭാഗത്തിരുന്ന് ഒരു കൂട്ടം മിന്നാമിനുങ്ങുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഊതുകയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് മിന്നാമിനുങ്ങയിൽ ഊതിക്കഴിഞ്ഞാൽ തീ വരുമെന്നുള്ളതാണ്. ഈ കുരുവി ഇതിങ്ങനെ കണ്ടുകൊണ്ട് എന്തൊരു വിഡ്ഢിത്തരമാണ് ഇവർ കാണിക്കുന്നത്, എന്തൊരു അസംബദ്ധമാണ് ഇവർ കണ്ടത്. കുരുക്ക് കണ്ടപ്പോൾ ദേഷ്യമായി. ഒരിക്കലും മിന്നാമിനുങ്ങയിൽ ഊതിക്കഴിഞ്ഞാൽ തീ വരില്ലല്ലോ. ഇത് കണ്ട് ഈ വിഡ്ഢിത്തരം കണ്ടപ്പോൾ ഈ കുരുവി ഈ കുരങ്ങയുടെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് കാട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ കുരങ്ങൻ പറഞ്ഞ മറുപടി, നീ നിന്റെ പണി നോക്കുക എന്നുള്ളത്. പക്ഷേ എന്നിട്ടും വീണ്ടും പോയി ഈ കുരുവി ചില്ലയിൽ ഇരുന്നു കൊണ്ട് വീക്ഷിക്കുകയാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? വീണ്ടും തീവ്രമായിക്കൊണ്ട് ഈ മിന്നാമിനുങ്ങിലേക്ക് ഊതിക്കൊണ്ടിരിക്കുകയാണ്. കുരുവിക്കൊട്ടും സഹിച്ചില്ല. വീണ്ടും ചെന്ന് 2ാമത്തെ കുരങ്ങൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് വിട്ടിത്തരമാണ് കാട്ടുന്നത്, നിന്നോടാണല്ലോ പറഞ്ഞത്, നീ നിൻ്റെ പണി നോക്കുന്നു പറഞ്ഞ് അട്ടി വിടുമ്പോഴും ഈ കുരുവി വീണ്ടും പറന്നുകൊണ്ട് മരത്തിൻ്റെ ചില്ലയിൽ നിന്നുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വീക്ഷിക്കുകയാണ്. 3ാമത്തെ കുരങ്ങനും ഇവർ കൂടിങ്ങാണ്ടിനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുരുവി അവിടെ അടുത്തുകൊണ്ട് വളരെ ഉച്ചൈസ്വരത്തോടു കൂടി, നിങ്ങളോടല്ലേ പറഞ്ഞത്, ഒരു കാരണവശാലും ഇതിലേക്ക് ഊതിക്കഴിഞ്ഞാൽ തീ പുറപ്പെടുകയില്ല. ആ ഒരു ദേഷ്യത്തോടെ കുരുവിയെ ചങ്കിൽ പിടിച്ച് കുരുവി ചത്തുപോയി എന്നുള്ളതാണ്. ഇവിടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കുരുവി പെരുമാറേണ്ട രീതി എങ്ങനെയാണ്? കുരുവി ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ 3 കുരങ്ങന്മാരെ കൂട്ടമായി ഇതിലേക്ക് ഊതുമ്പോൾ ഈ കുരുവിയും ചെയ്യേണ്ടതെന്ന് അവരെ കൂട്ടത്തിൽ കുറച്ച് നേരം സമയം ചെലവഴിക്കണം. എന്നിട്ട് കുരുവി പറയണം,
എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇതിലേക്കൊന്നും ഊതിയാൽ തീ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ കുരുവി ചത്തുപോകുമോ. ഇങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ പ്രധാനം അറിയിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് വിഷയങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. നമ്മൾ ആൽവാ എഡിസന്റെ ഒക്കെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആൽവാ എഡിസനൊക്കെ അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാണ്, നീ ഒരു മരമണ്ടനാണ്, നിന്നെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കത്തെഴുതി കൊടുക്കുകയാണ്. ആ അമ്മ അതിന് മറുപടി കൊടുത്തത്, ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നു. ഇതെന്താ, നമ്മളെ മക്കളെ സ്നേഹിക്കേണ്ട രൂപത്തിൽ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ല. നമ്മൾ ഒരു ചെടിയിൽ നമ്മൾ എപ്പോഴും അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും അതിനെ പൊന്നുപോലെ നോക്കുമ്പോൾ ആ ചെടി വളർന്ന് പന്തലിക്കുക, അതില്ലെങ്കിൽ ആ ചെടി ഇഷ്ടമുള്ളിടത്തേക്ക് പോകും.